അതൊന്നും KSRTC ബാധിക്കുന്ന വിഷയങ്ങളല്ല. ജനങ്ങളെ ഒരു കാര്യം ഉറപ്പ് പറയാം, ജനങ്ങൾക്ക് ബസ് കിട്ടുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരു ബസ്സും കുറയ്ക്കില്ല, ബസ് കൂടുതലേ ഉള്ളൂ. ബസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം KSRTCയുടെ റോഡിൽ ഇറങ്ങി നോക്കൂ, റോഡ് നിറച്ച് KSRTC ബസ്സാണ്. ഓരോ ജീവനക്കാർക്കും അഭിമാനിക്കാം. മറ്റേ റോഡിൽ പോയാൽ ആരുമില്ല. അഖിലേന്ത്യാ കണക്ക് വെച്ച് നോക്കിയാൽ ഏറ്റവും കുറച്ച് വണ്ടി റോഡിൽ ഓടിയിരുന്നത് കേരളത്തിലാണ്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ വണ്ടി റോഡിൽ ഓടുന്നത് KSRTCയാണ്. വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അഖിലേന്ത്യാ തലത്തിലുള്ള പഠനത്തിൽ മറ്റ് കോർപ്പറേഷനുകളെ താരതമ്യം ചെയ്യുമ്പോൾ KSRTCയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ വലിയ വളർച്ചയാണ്. ആരും പ്രതീക്ഷിക്കാത്ത, KSRTC ജീവനക്കാരോ മാനേജ്മെന്റോ സർക്കാരോ ഞാനോ പ്രതീക്ഷിക്കാത്ത വലിയ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അത് KSRTCക്ക് ഭാവിയിൽ ഗുണം ചെയ്യും. ഇത് തുടർന്നു പോകണം. അല്ലാതെ ഇത് ഏതെങ്കിലും തരത്തിലേക്ക് അങ്ങ് നിർത്തിയാൽ ഇതെല്ലാം വളരെ പെട്ടെന്ന് മൂക്കും കുത്തി താഴെ വീഴും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇത് കൈകാര്യം ചെയ്യാൻ. ഈ തുടങ്ങി വെച്ച പരിഷ്കാരങ്ങൾ അതിൻ്റെതായ ശൈലിയിൽ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇതിനെ വിജയിച്ച് കയറാൻ കഴിയും. അല്ലാത്ത പക്ഷം ഇതിനേക്കാൾ വലിയ കുഴിയിലേക്ക് മൂക്കുത്തി വീഴും എന്നുള്ളതാണ്. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരിയാണ്. പുതിയ വർഷം, കഴിഞ്ഞ വർഷം KSRTC ഏറ്റവും നല്ല വർഷമായിരുന്നു ഞാൻ പറഞ്ഞു. പുതിയ വർഷം അതിനേക്കാൾ മികച്ചതാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഈ പുതിയ വാഹനങ്ങൾ ഒന്ന് ശിവഗിരിയിലേക്കുള്ളതാണ്. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി മാത്രമല്ല, എല്ലാ ദിവസവും ശിവഗിരിയിലേക്ക് പോകാനും വർക്കല ക്ഷേത്രത്തിലേക്ക് പോകാനും കഴിയുന്ന തരത്തിലുള്ള ബസ്സുകളാണ്. KSRTCയുടെ ഒരു വലിയ വിജയമായിട്ടുണ്ട്. എല്ലാ ആഴ്ചയിലും കൊട്ടാരക്കരയിൽ നിന്നും ശനിയാഴ്ച ദിവസം ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു, ഒരു ദിവസം ഗുരുവായൂരിലേക്ക് ഒരു എയർ കണ്ടീഷൻ പ്രീമിയം ബസ് പോകുന്നുണ്ട്. ഇവിടെ സ്പെയറായി വന്ന ബസ്സാണ് അതിന് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു വണ്ടി കൊട്ടാരക്കരയിൽ നിന്ന് ഇവിടുന്ന് തന്നെ പോകും, ഇവിടുന്ന് പോവാം, കൊട്ടാരക്കര പോയി അവിടുന്ന് ഗുരുവായൂരേക്ക് പോകും. ഗുരുവായൂർ പോയിട്ട് അവിടെ തന്നെ വണ്ടി കിടക്കും. പകൽ സമയം നേരം വെളുക്കുമ്പോൾ ഗുരുവായൂരെത്തും. പകൽ സമയം അവിടെ തൊഴുതെല്ലാം കഴിഞ്ഞ ശേഷം വൈകിട്ട് അതേ വണ്ടിയിൽ കയറി, ഉച്ചയ്ക്ക് ശേഷം അതേ വണ്ടിയിൽ കയറി തിരിച്ചു വരാനുള്ള സംവിധാനമുണ്ട്. എല്ലാ പ്രമുഖ ക്ഷേത്രങ്ങളിലേക്കും ബഡ്ജറ്റ് ടൂറിസം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേക പരിഗണന ബഡ്ജറ്റ് ടൂറിസത്തിൽ പോകുന്നത് ശബരിമലയിൽ പോയപ്പോഴും ഉണ്ടായിരുന്നു. ബഡ്ജറ്റ് ടൂറിസത്തിൽ ശബരിമലയ്ക്ക് പോയവർക്ക് പ്രത്യേക പരിഗണന അവിടെ ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിച്ചു. അത് മറ്റ് ക്ഷേത്രങ്ങളിലും ഉണ്ടാകും. മറ്റ് ക്ഷേത്രങ്ങളുമായും ദേവസ്വം ബോർഡുകളുമായി നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ നിന്ന് ഒരു പെർമിറ്റിന് അപേക്ഷിച്ചിട്ടുണ്ട്. പത്തനാപുരം കൊട്ടാരക്കര വഴി ആറ്റാങ്കരയ്ക്ക് ഒരു വണ്ടി അടിയന്തരമായി തുടങ്ങും. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുമായി എഗ്രിമെന്റിൽ ഏർപ്പെടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അവരെ എഗ്രിമെന്റ് ഉത്തരവ് വന്നാലുടൻ തന്നെ പത്തനാപുരത്ത് നിന്ന് പുറപ്പെട്ട് കൊട്ടാരക്കര ചെന്ന് അവിടുന്ന് തിരുവനന്തപുരം നാഗർകോവിൽ വഴി ആറ്റാങ്കരയ്ക്ക് പോകാനുള്ള ഒരു ബസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും എന്നറിയിച്ചുകൊണ്ട് ഈ ബസ് സർവീസുകളുടെ ഉദ്ഘാടനം നിങ്ങളുടെ എവിടെ അനുവാദത്തോടുകൂടി നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.